പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ആത്യന്തികമായ അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ എന്താണ് പൗരോഹിത്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പൗരോഹിത്യം എന്നത് കർത്താവിൻ്റെ ഒപ്പം നടക്കാനുള്ള വിളിയാണ്. സിറിലിന്റെ പേര് അവന്റെ പൗരോഹിത്യ സ്ഥാനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവന്റെ ചാർച്ചക്കാർക്ക് ആർക്കും അങ്ങനെ ഒരു പേരുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവന്റെ മാമോദീസ പേര് ജോസഫ് എന്നായിട്ടും അവൻ സിറിൽ എന്ന് വിളിക്കപ്പെട്ടു. അതിന്റെ കാരണം വിശുദ്ധ ഗ്രന്ഥത്തില് പുറപ്പാടിന്റെ പുസ്തകം 39-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തില് പ്രധാന പുരോഹിതന്റെ നെറ്റിയിൽ ഒരു ഫലകം ഉണ്ടായിരിക്കണമെന്ന്, അതിൽ ഒരു പേരെഴുതണമെന്ന് ഒരു കൽപ്പന ദൈവം മോശയ്ക്ക് കൊടുക്കുന്നു. ആ കൽപ്പന പേരിങ്ങനെയാണ്. അവന്റെ പേര് ഹീബ്രുവിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അവന്റെ പേര് ഇപ്രകാരമായിരിക്കണം, അതായത് കാദോഷ് ലേ യാവേ, കർത്താവിൻ്റെ പരിശുദ്ധനായിരിക്കണം അവൻ. അത് സെപ്റ്റജിന്റ് ബൈബിൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അവൻ കർത്താവിൻ്റെതായിരിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഗ്രീക്ക് പദമാണ് വാസ്തവത്തിൽ സിറിൽ എന്ന് പറയുന്നത്. അതായത് പുരോഹിതന്റെ നെറ്റിയിൽ എഴുതണം എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിച്ച പദമാണ്. വാസ്തവത്തില് കർത്താവ് എന്നതിന് ഗ്രീക്ക് ഭാഷയിലുള്ള വാക്ക് കിറിയോസ് എന്നാണ് കേൾക്കുന്നത്. ക്യൂറിയോസ്, കിറിയ ലൈസോൻ ഒക്കെ നമ്മൾ ചൊല്ലുന്നതിൻ്റെ അർത്ഥമാണ്. പ്രിയ മകനെ, നീ കർത്താവിൻ്റെതായി പണ്ടേ നിശ്ചയിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് അപ്രകാരം ഒരു പേര് ലഭിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ പേര് നിനക്കുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്. ആരെല്ലാം ഇനി സിറില് എന്ന് വിളിച്ചാല് അതിന്റെ അർത്ഥം എന്താണ്? അവർ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നീ കർത്താവിൻ്റെതാണ് എന്നുള്ള സത്യം. നീ എന്നും കർത്താവിൻ്റെതായിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിന്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന വൈദികനായി നീ നിരന്തരം ജീവിക്കുക. ഈ പേര് ഒരു വൈദികന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പേരാണ്. അതിനകത്തു നിന്നാണ് കൂറില്ലോസ് എന്നൊക്കെയുള്ള പേര് വരുന്നത്. ഈ പേരിൽ നിന്നാണ്. സിറിലിന്റെ ഈ പേര് വൈദികർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല പേരാണ്. കാരണം പുരോഹിതന്റെ നെറ്റിയിൽ എഴുതണം എന്ന് ദൈവം ആവശ്യപ്പെട്ട നാമം നിനക്ക് ദൈവം തന്നുകൊണ്ട് നിന്റെ പൗരോഹിത്യ വഴിയെ ദൈവം ക്രമപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് മോശ എന്ന ഒരു അഭിഷിക്തനെ ദൈവം എപ്രകാരമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുക്കുന്നത് എന്നുള്ള സത്യത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ വായനയും അത് എല്ലാ വായനയെക്കുറിച്ചും പറയാൻ സമയം പരിമിതമായതുകൊണ്ട് ഒരു വായനയെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മോശയെ ദൈവമായ കർത്താവ് വിളിക്കുമ്പോൾ ഈ മോശ നമുക്കറിയാവുന്നത് പോലെ അവന്റെ ജനനം മുതൽ തന്നെ ദൈവത്തിന് അവനെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. ഫറവോയെ നേരിടേണ്ടവനാണ് അവന് എന്നുള്ളതിനാല് ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ അവൻ വസിക്കണം എന്ന് ദൈവം തീരുമാനിക്കുക. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല. ജനനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെടാൻ വിധിക്കപ്പെട്ട അവൻ വെള്ളത്തിൽ വെച്ച് ഫറവോയുടെ പുത്രിക്ക് ലഭിക്കുകയും അവന്റെ അമ്മയെ തന്നെ മുലയൂട്ടി വളർത്താൻ നിയോഗിക്കപ്പെടുകയും ചെയ്തു. അവൻ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്നു. ഭാവിയിൽ ഈ കൊട്ടാരത്തിൽ വന്ന് ദൈവജനത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവനാണ് അവനെന്ന് ദൈവത്തിന് വ്യക്തമായ ബോധ്യവും അതുപോലെ നിയോഗവും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സിറിലെ, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന സത്യം, നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ഈ ദൗത്യത്തിന് വേണ്ടി
ദൈവം നമ്മെ ഒരുക്കുന്ന അനുഭവം. ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, പരിശീലന വഴികളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, അതൊക്കെയും ആത്യന്തികമായി ദൈവത്തിന്റെ വലിയ ഒരുക്കലിന്റെ ഭാഗമായിട്ടാണ് വൈദികരായി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിലൂടെ ദൈവം നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന വലിയ ദൗത്യം അതെന്താണോ അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായതൊക്കെയും ദൈവം ജീവിതത്തിന്റെ വഴികളിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ജീവിതത്തിൽ ഇല്ലായ്മകളിലൂടെ, കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നമ്മെ ദൈവം ഫലമേൽപ്പിക്കുന്ന വലിയ ദൗത്യത്തിന് വേണ്ടിയുള്ള ഒരുക്കലായിട്ട് നാം മനസ്സിലാക്കണം. നിന്നെയും ദൈവം അപ്രകാരം ഒരുക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. പ്രിയ മകനെ, ഈ ഒരുക്കലുകൾ ചിലപ്പോൾ നമുക്ക് വേദനാജനകമായും ദുഃഖകരമായും ഒക്കെ അനുഭവപ്പെടും. പക്ഷേ അവയൊക്കെയും നമ്മുടെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് ദൈവമായ കർത്താവ് കാണുന്നുണ്ട്. ഒരു വൈദികന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സഹനങ്ങളും വേദനകളും ആത്യന്തികമായി അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കപ്പെടലിന്റെ ഭാഗമാണ് എന്ന് പ്രിയപ്പെട്ട വൈദികരെ നമ്മൾ മനസ്സിലാക്കും. ചിലപ്പോഴൊക്കെ നമുക്കതിന്റെ അർത്ഥമറിയാതെ ഈ കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നല്ലോ എന്നോർത്ത് നമുക്ക് സങ്കടവും നിരാശയും തോന്നിയെന്നിരിക്കാം. പക്ഷെ മോശെ എന്ന ആ ഒരു അഭിഷിക്തനെ ദൈവം ഒരുക്കുന്ന അത്ഭുതകരമായ വഴികൾ തിരിച്ചറിയുമ്പോൾ തന്റെ അഭിഷിക്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതിന്റെയും പിന്നിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയുടെ കരമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട്. വീണ്ടും ദൈവം മോശയെ ഒരുക്കുന്ന രണ്ടാമത്തെ രംഗം ഞാൻ മനസ്സിലാക്കുന്നു. അത് മോശ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഇസ്രായേലിന്റെ വിമോചകനാകാൻ സ്വയം നിയോഗിക്കുന്നൊരു രംഗമുണ്ട്. ഈജിപ്തുകാരൻ ഒരുത്തൻ ഇസ്രായേൽക്കാരനെ ആക്രമിച്ചപ്പോൾ മോശ അവന്റെ മൂക്ക് ഇടിച്ചു പരത്തി അവനെ തറയിലിട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മരിക്കുകയും ചെയ്തു. മോശയ്ക്ക് ഭയന്നോടേണ്ട സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ട സിറിലെ, അത് പൗരോഹിത്യത്തിന്റെ രണ്ടാമത്തെ തിരിച്ചറിവാണ്. നമ്മുടേതായ കഴിവുകൊണ്ട്, നമ്മുടെ സാമർഥ്യം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വേദിയാണ് പൗരോഹിത്യം. തീർച്ചയായും നീ ഏറെ കൃപകളും കഴിവുകളുമുള്ള ശമ്മാസനാണ് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് നീ പൗരോഹിത്യ പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത്. പക്ഷേ മകനെ, നമ്മുടേതായ കഴിവുകളോ സാമർഥ്യമോ അല്ല, മറിച്ച് ദൈവം നമ്മെ നിയോഗിക്കുമ്പോൾ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക. സ്വന്തം കഴിവിൽ ആശ്രയിച്ച വൈദികരൊക്കെയും പരാജയപ്പെടുകയും സ്വന്തം കഴിവുകളിൽ മതിമറന്ന് മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്തവരൊക്കെയും പൗരോഹിത്യത്തിന്റെ വഴിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും വൈദികൻ പൗരോഹിത്യ വഴിയിൽ ഇടറിപ്പോയെങ്കിൽ, പതറിപ്പോയെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ കാരണം അവന് കഴിവിൽ കുറഞ്ഞു പോയതുകൊണ്ടല്ല, മറിച്ച് അവൻ സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ചതുകൊണ്ടാണ്. അപ്രകാരമുള്ള വഴികളിൽ ഒരിക്കലും ദൈവത്തിന്റെ തണലോ കരുതലോ ഉണ്ടാവില്ല എന്ന സത്യം നമുക്ക് ഗ്രഹിക്കാം. ദൈവമായ കർത്താവ് മോശയെ വിളിക്കുന്ന രംഗമാണ്. ഇപ്രകാരം ഒരുക്കിയ ശേഷം ദൈവം മോശയെ വിളിക്കുകയാണ്. 80 വയസ്സായി മോശയ്ക്ക്. മിദിയാനിൽ ജത്രോയുടെ ആടുകളെ മേയിച്ച് നടക്കുന്ന ബാലൻ. ആ കാലത്ത് മോശയ്ക്ക് ഒരു ഊന്നുവടിയുടെ സഹായം ആവശ്യമുണ്ട്. സ്വയമേവ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ആ വടിയുമൂന്നി നടക്കുന്ന മോശയെ ദൈവം കത്തുന്ന മുൾപ്പടർപ്പിൽ വെച്ച് വിളിക്കുകയാണ്. മോശേ, മോശേ.
മോശ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കുകയാണ്. ഇതെന്താണ് ഈ ദൃശ്യം? ആളി കത്തുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ഇല പോലും കരിഞ്ഞു പോകുന്നുമില്ല. ഇതെന്തൊരു അത്ഭുതമാണ്! പ്രിയ മകനെ, പൗരോഹിത്യം എന്നത് ശരിക്കും കത്തുന്ന മുൾപ്പടർപ്പാണ്. ദൈവമായ കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ അഗ്നി നമ്മളിൽ ജ്വലിക്കുമ്പോഴും അത് നമ്മളെ എരിയിച്ചു കളയുന്നില്ല എന്നുള്ളതാണ് പൗരോഹിത്യത്തിന്റെ പ്രത്യേകത. അവിടുന്ന് മോശയോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്: നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റും. എല്ലാ വൈദികർക്കുമുള്ള ദൈവത്തിന്റെ നിയോഗമാണത്. നീ നിൽക്കുന്ന സ്ഥലത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച്, നീ ചെയ്യുന്ന ശുശ്രൂഷയുടെ പരിശുദ്ധിയെ കുറിച്ച് നിതാന്തമായ ഓർമ്മ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ആ ഓർമ്മയില്ലാതെ നാം ശുശ്രൂഷ വേദികളിലായിരിക്കുന്നതാണ് നമ്മുടെ ശുശ്രൂഷകൾ പലപ്പോഴും ഫലദായകമാകാത്തതും അത് ദൈവജനത്തിന് അനുഗ്രഹമായി ഭവിക്കാത്തതും എന്ന സത്യം ഓർക്കുക. പൗരോഹിത്യത്തിന്റെ വഴിയിലേക്ക് നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ മകനെ, നിന്നോട് ദൈവം പറയുന്ന ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ അതാണ്: നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നീ ചെയ്യുന്ന ശുശ്രൂഷകൾ പരിശുദ്ധമാണ്, നീ എടുക്കുന്ന ശരീരം പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെതാണ്. ആ പരിശുദ്ധിയുടെ ഓർമ്മപ്പെടുത്തല് നിന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും നിരന്തരം സംവഹിക്കണം എന്നാണ് കർത്താവ് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. തുടർന്ന് ദൈവമായ കർത്താവ് മോശയ്ക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു: നീ ഇസ്രായേലിന്റെ ഇടയനായി നിന്നെ ഞാൻ നിയോഗിക്കുകയാണ്. നീ ഫറവോയുടെ കൊട്ടാരത്തിൽ ചെന്ന് എന്റെ ജനത്തിന് വേണ്ടി വാദിക്കണം. അവരെ നീ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരണം. മോശ ആ നിയോഗം കേട്ട് ഭയചകിതനായി. മോശ പറഞ്ഞു: ഞാൻ പോവില്ല. ഒന്നാമതേ ഞാൻ പടുവൃദ്ധനാണ്, സ്വയമേവ നടക്കാൻ പോലും എനിക്ക് ശേഷിയില്ല. ഞാൻ സംസാരിച്ചാൽ ആർക്കും തിരിയില്ല, കാരണം അത്രമാത്രം വിക്ക് എനിക്കുണ്ട്. ഞാൻ എങ്ങനെ ഫറവോയുടെ അടുക്കൽ പോകും? മോശ തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊണ്ട് ആവില്ല 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 എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവം അതൊന്നും കേൾക്കുന്നില്ല. മറിച്ച് ദൈവമായ കർത്താവ് പറഞ്ഞു: ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന്. പ്രിയപ്പെട്ട സെറിലെ, ഇതാണ് പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം നമ്മെ ഒരു കാര്യം ഏൽപ്പിച്ചു എങ്കിൽ ആ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്, പറയരുത്. ഏൽപ്പിച്ചത് ദൈവമാകയാൽ ആ ശുശ്രൂഷ അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ ദൈവം ശക്തി തരിക മാത്രമല്ല, അവിടുന്ന് കൂടെ നടന്ന് കൈപിടിച്ച് നിന്നെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു എന്ന സത്യം. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ പൗരോഹിത്യത്തിന്റെ വഴിയിൽ എല്ലാ വൈദികർക്കും കിട്ടുന്ന വലിയ ആത്മബലം, ശക്തി എന്ന് പറയുന്നത് സത്യമായും ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പും ഓർമ്മപ്പെടുത്തലുമാണ്. പ്രിയമകനെ, കർത്താവ് നിന്നോടും തരുന്ന ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ അതാണ്: ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ഇന്ന് ആരംഭിക്കുന്ന ഈ പൗരോഹിത്യ വഴികളില് ഒരു നാളും ഒരിക്കലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ കൈവിടില്ല. തുടർന്ന് ദൈവം മോശയോട് 3 വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ 3 പദങ്ങളായിട്ടാണ് ഹെബ്രായ ബൈബിള് അവതരിപ്പിക്കുന്നത്. ആദ്യമായി ദൈവമായ കർത്താവ് തന്റെ പേര് വെളിപ്പെടുത്തുകയാണ്: ഞാൻ ആയിരിക്കുന്നവൻ ആകും. ഞാൻ യാഹ്വേയാണ്. ദൈവമായ കർത്താവ് പറഞ്ഞു. ആ വാക്ക് വളരെ സങ്കീർണമായൊരു തത്വചിന്താ പദം പോലെ നമുക്ക് തോന്നാം. പക്ഷേ സെറിലെ, അത് വളരെ ആഴമുള്ള ഒരു സ്നേഹ സാന്ത്വനമാണ്. ഞാൻ ആയിരിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെയും എന്നും സത്യമായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ എന്താണോ അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും, അല്ല നിത്യതയോളം
ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തത് സത്യമാണ് എങ്കിൽ നിത്യതയോളം നീ കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവിടുന്ന് നിന്നെ അഭിഷേകം ചെയ്തുവെങ്കിൽ പ്രിയമകനെ നിത്യതയോളം നീ കർത്താവിന്റെ പുരോഹിതനാണ്. ഞാൻ ആയിരിക്കുന്നവനാകുന്നു, അവിടുന്ന് നിന്നെ ഇന്ന് സ്നേഹിക്കുന്നുവെന്ന് നീ തിരിച്ചറിയുന്നുവെങ്കിൽ നിത്യതയോളം ആ സ്നേഹത്തിന് മാറ്റമില്ല. ഞാൻ ആയിരിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞ് ദൈവം മോശയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം എല്ലാ അഭിഷിക്തർക്കും ദൈവം നൽകുന്ന അത്ഭുതത്തിന്റെ ധൈര്യമാണ്. അവിടുന്ന് ആയിരിക്കുന്നവനാകുന്നു എന്നത്. വീണ്ടും ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കർത്താവായിരിക്കും എന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്. ഞാൻ നിന്റെ കർത്താവായിരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവാകുക എന്ന് പറഞ്ഞാൽ ഉടയവനാവുക, ഉടമസ്ഥനാവുക എന്ന്. പ്രിയമകനെ, ഇനിമേൽ നിന്റെ ഉടമസ്ഥൻ ദൈവമായ കർത്താവാണ്. അതാണ് ആ പേരിന്റെ അർത്ഥം. നീ സിറിലാണ് എന്ന് ഞാൻ പറഞ്ഞു. നീ കർത്താവിൻ്റെതാണ്. ഇനിമേൽ നിനക്ക് പറയാൻ കർത്താവിന്റെ വാക്കുകളാണ്, പ്രഘോഷിക്കാൻ അവിടുത്തെ വചനമാണ്, ശുശ്രൂഷിക്കാൻ അവിടുത്തെ തിരുസഭയുടെ നിയോഗങ്ങളാണുള്ളത് എന്ന ബോധ്യത്തോടെ ജീവിക്കുക. മൂന്നാമത്തെ വെളിപ്പെടുത്തൽ ദൈവമായ കർത്താവ് പറഞ്ഞു, നിനക്ക് സഹായകനായി ഞാൻ അഹറോനെ തരാൻ പോവുകയാണ്. സിറിലെ നമുക്ക് കുറവുകളും പരിമിതികളും ഉണ്ടാകും. ആ കുറവുകളെ അതിജീവിക്കാൻ എല്ലാ കുറവും ഈ കോർഡിനേഷനിലൂടെ ദൈവമായ കർത്താവ് മാറ്റിത്തരും എന്നല്ല പറഞ്ഞത്. മറിച്ച് നമുക്ക് യഥാസമയം സഹായത്തിന് ദൈവമായ കർത്താവ് അനേകരെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ എപ്പോഴും ബലപ്പെടുത്തുന്ന വ്യക്തികളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിയോഗിക്കുന്നു. പൗരോഹിത്യം ഒരു ഒറ്റയാൾ ശുശ്രൂഷയല്ല, മറിച്ച് അത് അനേകരോട് ചേർന്ന് പൂർത്തീകരിക്കേണ്ട ശുശ്രൂഷയാണ് എന്നുകൂടി ദൈവം മോശയോട് വെളിപ്പെടുത്തുകയാണ്. തുടർന്ന് ദൈവം മോശയ്ക്ക് നൽകുന്ന വാഗ്ദാനമാണ്. 15-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. എന്താണ് ഈ സൗഖ്യം എന്ന് ചോദിച്ചാൽ, മോശയുടെ ഒരു കുറവുകളും ദൈവം സുഖപ്പെടുത്തിയതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. മോശയെ എല്ലാവരും അധിക്ഷേപിക്കുകയും അവനെ കുറ്റം വിധിക്കുകയും സകലരും അവനെതിരായി പിറുപിറുക്കുകയും ചെയ്തു. പിറുപിറുക്ക് മാത്രമല്ല, ഒച്ചയെടുക്കുകയും ബഹളം വയ്ക്കുകയും അവന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയും അവന്റെ ആത്മാർത്ഥതയെ സംശയിക്കുകയും അവനെ ഫറവോയുടെ ഏജന്റായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ അത്ഭുതത്തോടെ വായിക്കുകയാണ്. അവന്റെ ഒപ്പം നിന്ന അഹറോനും സഹോദരി മിറിയാമും പോലും അവനെ കുറിച്ച് അപഖ്യാതി പറഞ്ഞു. അവന്റെ കൂടാരത്തിൽ ഒരു കുഷ്യ സ്ത്രീയെ കണ്ടെത്തി എന്ന് അവനെ കുറിച്ച് പറയാവുന്നതില് ഏറ്റവും ഹീനമായ ആരോപണം പോലും മോശയ്ക്കെതിരായി അവരുയർത്തി. നീ ആരാണ് ഞങ്ങളെ നയിക്കാൻ എന്ന് ചോദിച്ച് കോറഹും കൂട്ടരും മോശയുടെ തെരഞ്ഞെടുപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ ഒപ്പം നിന്നവനെ വെല്ലുവിളിക്കുന്നത് നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയുകയാണ്. പ്രിയമകനെ, പുരോഹിതൻ ഒരുപാട് മുറിവുകൾ ഏൽക്കുന്നവനാണ്. അനേകരിൽ നിന്ന് അവന് മുറിവുകൾ ഏറ്റുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ചിലപ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപമാകാം. ചിലപ്പോൾ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ദൈവജനം തന്നെ നമുക്ക് ഏൽപ്പിക്കുന്ന മുറിവുകളാകാം. ദൈവമായ കർത്താവ് എല്ലാ പുരോഹിതർക്കും കൊടുക്കുന്ന, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ അഭിഷേകമാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. പ്രിയമകനെ, ഈ ഒരു വചനം നിന്റെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുക. കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് ഈ സൗഖ്യം ആവശ്യമാണ്. ഈ സൗഖ്യം നമ്മൾ പ്രാപിക്കാതെ പോകുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നവരാകും,
നമ്മുടെ ജീവിതത്തില് പ്രത്യാശയില്ലാത്തവരായി തീരും. ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല എന്ന് ചിന്തിക്കും. നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയെന്നിരിക്കും. അവരുടെ കുറവുകളെ മനസ്സിലാക്കാൻ കഴിയാത്തവരായി നാം പരിണമിച്ചെന്നിരിക്കും. പ്രിയപ്പെട്ട വൈദികരെ ഓർക്കുക, അവിടുന്ന് നമ്മെ നിരന്തരം സുഖപ്പെടുത്തുന്ന ദൈവമാണ് എന്നുള്ള സത്യം. വീണ്ടും അവസാനം മോശയിൽ നമ്മൾ കാണുന്നുണ്ട്. മോശയുടെ ചെറിയ കുറവുകൾക്ക് പോലും ദൈവം കൃത്യമായി അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മോശയ്ക്ക് ഒന്ന് രണ്ട് ബലഹീനതകളുണ്ട്. അവന് പെട്ടെന്ന് ദേഷ്യം വരും. കാളക്കുട്ടി ഉണ്ടാക്കി ജനം ആരാധന നടത്തിയപ്പോൾ ദൈവം കൊടുത്ത കൽപ്പലക മോശ എറിഞ്ഞുടച്ചു കളഞ്ഞു. ദേഷ്യം കൊണ്ട് മോശ ചെയ്തു. പല വൈദികരും തങ്ങളുടെ കൃപ പൂർണ്ണതയിൽ വിനിയോഗിക്കാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ വ്യക്തിപരമായ ഇത്തരം വികാരങ്ങളുടെ വേലിയേറ്റങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ കഴിവില്ലാതെ പോകും. ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, മോശെ, നീ വാഗ്ദാന നാട്ടിൽ ചെല്ലിയ. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും സങ്കടം തോന്നുന്ന കഥാപാത്രം ഈ മോശയാണ്. നെഗബിന്റെ മണ്ടയിൽ വെച്ച് ദൈവം പറഞ്ഞു, അതാണ് നിന്റെ ജനത്തിന് ഞാൻ കൊടുക്കാൻ പോകുന്ന ദേശം, നീ അവിടെ കാലുകുത്തിയ. പുരോഹിതന് ദൈവം ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ഒരു സൗഭാഗ്യവും വാഗ്ദാനം ചെയ്തിട്ടില്ല. മറിച്ച് ദൈവമായ കർത്താവ് അവന് നിത്യതയിലേക്ക്, തിരുസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമകനെ, ജീവിതം മുഴുവനും നാം ഈ വലിയ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടും ഈ ഭൂമിയിൽ നമുക്ക് അർഹമായ ഒരു അംഗീകാരമോ ഒരു സ്വീകരണമോ ഒരിടത്തും ലഭിച്ചെന്ന് വരണമെന്നില്ല. പക്ഷെ ഓർക്കുക, ഈ മോശ നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. നാം ചെയ്തതിൻ്റെ എല്ലാം ഫലമെടുക്കാൻ നമുക്ക് അവകാശമില്ല. നാം നട്ട വൃക്ഷങ്ങളുടെ ഫലം തിന്നാൻ നമുക്ക് അവകാശമില്ല. ദൈവമായ കർത്താവ് പറയുന്നിടത്തേക്ക് പോവുക, പറയുന്നത് ചെയ്യുക, പറയുന്ന സമയത്ത് പ്രവർത്തനം നിർത്തി കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു പോവുക. ഇതാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് മോശയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളും ഈ സത്യം മനസ്സിലാക്കണം. എന്താണ് ഒരു പുരോഹിതൻ ഇപ്രകാരം ജീവിക്കുന്നത്, ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളും തിരിച്ചറിയേണ്ട സത്യമാണ്. അതിനുവേണ്ടി മോശയെ പോലെ നമുക്കും ജീവിക്കാൻ പരിശ്രമിക്കാം. മോശ തന്റെ ജീവിതത്തിൽ, എനിക്ക് മോശയെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവൻ വെറും പച്ചയായ മനുഷ്യനാണ്. അവന്റെ സങ്കടങ്ങളായി അവൻ കരഞ്ഞു തീർക്കും. അവന്റെ ദേഷ്യമായി തന്നെ അവൻ പ്രകടമാക്കും. അവന്റെ നിരാശയായി തന്നെ അവൻ പറയും. പക്ഷേ അവൻ എന്നും കർത്താവിനോട് വിശ്വസ്തനായിരിക്കാൻ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് പരിശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ പ്രിയ മകനെ, നീ കർത്താവിൻ്റെതാകാൻ പരിശ്രമിക്കുക മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിനക്കായി ചെയ്തു തരും എന്ന വിശ്വാസത്തോടെ ഈ പൗരോഹിത്യത്തിന്റെ പടിയിലേക്ക് സധൈര്യം മുന്നേറുക. നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന ഓർമ്മ ഒരിക്കലും മറക്കാതിരിക്കാം.